ഒരു പടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ലോറി ധാബയിലെ ഒരു പ്രത്യേകതയാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളത്, അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്ത്. NH-നോട് ചാരിയിട്ട് ഒരു ധാബ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ലോറി പാർക്കിംഗ് കണ്ടപ്പോൾ അവിടേക്ക് വന്നതാണ്. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത് ഇന്നലെ രാത്രി. ഇതിൻ്റെ ഓണറായിട്ടുള്ള ആളാണ് ആ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റൊട്ടി അതുപോലെ ബീഫും കിട്ടും. ബീഫ് കിട്ടുന്ന കടകളുടെ ഒരു പ്രത്യേകതയാണ് ചന്ദ്രക്കല നല്ല തെളിച്ചത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ പകൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രക്കല നമുക്ക് റോഡ് സൈഡിലായിട്ട് കാണാൻ കഴിയും എന്നുള്ളത്. ധാബയിലൊക്കെ തന്നെ ഈ ടൈമിൽ ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട്. നൈറ്റിലാണ് വണ്ടികളെല്ലാം തന്നെ ഇവിടെ പാർക്ക് ചെയ്യുക. പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിൽ ഒരു നേരത്തെ ഫുഡ് 130 രൂപയ്ക്ക് അൺലിമിറ്റഡ് റൊട്ടിയും ബീഫും ഈ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് റേറ്റ് കൂടുതലാണ് എങ്കിൽ കൂടി ഇതുപോലത്തെ അൺലിമിറ്റഡ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും. കാരണം റൊട്ടിക്കൊക്കെ ഇവിടെ റേറ്റ് വരുന്നത് നോർമൽ 30 രൂപ മുതൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. തന്തൂർ റൊട്ടിയാണ് ഇവിടെ കിട്ടുക. അങ്ങനെ നോക്കിയാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കാരണം ഒരാളൊരു 3 എണ്ണം കഴിക്കൂലേ, അപ്പോൾ 90 രൂപയില്ലേ പുറത്തുനിന്ന് കഴിക്കേണ്ട റേറ്റ്. പിന്നീട് അൺലിമിറ്റഡ് ആണ് റൊട്ടിയും അതുപോലെ തന്നെ ബീഫും അൺലിമിറ്റഡ് ആണ്. ഫസ്റ്റ് പോർഷനിൽ അത്യാവശ്യം ബീഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പ്ലേറ്റിൽ തരും. പിന്നീട് രണ്ടാമത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പീസൊക്കെ വേറെ തരും. നമ്മളവിടുത്തെ പോലെ ചെറിയ പീസല്ല, അത്യാവശ്യം വലിപ്പമുള്ള പീസ്. ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ബെഞ്ചിലിരുന്ന് കഴിക്കുന്നത് കാണാനും അത് ആസ്വദിക്കാനും ആണ് എന്നുള്ളതാണ് ഈ ഒരു ധാബയിലെ പ്രത്യേകത. പിന്നീട് രാത്രി ഉണ്ടല്ലോ, ഏകദേശം ഒരു 10-11-12 മണിയോട് കൂടിയിട്ട് ധാബയിലെ കച്ചവടം കാര്യങ്ങളൊക്കെ നിൽക്കും. പിന്നീട് ഈ ബെഞ്ചുകൾ എടുത്തിട്ടാണ് ഓരോ ലോറിക്കാരും ഇതുപോലെ പുതച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഇത് മോർണിംഗിൽ ഒരു കാഴ്ചയാണ്. പുതപ്പിട്ടിട്ട് ഇപ്പോഴും ആൾ നീച്ചിട്ടില്ല. നല്ല തണുപ്പ് ക്ലൈമറ്റാണ് ഇവിടെ. ഈ ബെഞ്ചുകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൽ ആ ഒരു പലക ഉണ്ടല്ലോ, ആ പലകേൻ്റെ മേലെയാണ് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് തരിക. അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ്.